കൗണ്ട്ലെസ് ഫാൻസ് ഉള്ള സോഷ്യൽ മീഡിയയിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള രണ്ട് ആക്ടേഴ്സ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ദ ട്രെമൻഡസ്ലി ടാലന്റഡ് ഐശ്വര്യ ലക്ഷ്മി ആൻഡ് ഷർഫുദ്ദീൻ. വെൽക്കം ടു റേഡിയോ മാൻ. താങ്ക് യു. പ്രിയയും ജോസി ആയിട്ട് നമ്മൾ ഒരു സെറ്റിൽ കണ്ടതാണ്. അത് കഴിഞ്ഞ് കുറേ ഗ്യാപ്പിന് ശേഷം ബുള്ളറ്റ് ഒക്കെ ഉള്ള ആ ഫോട്ടോ എന്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ വെടിവെച്ച് ബുള്ളറ്റ് കയറിയത് ഹാർട്ടിന്റെ ഷേപ്പിലായി. അല്ല പടം വരത്തിന്റെ കഥ അല്ല, അത് വേറെ ഉണ്ട്, ചോദ്യമുണ്ട്. ഓ ശരി, സോറി മാച്ചോളെ. ഓക്കെ, അപ്പൊ അതില് നമ്മള് പ്രിയയും ജോസി ആയിട്ട് കണ്ടു. പിന്നെ പ്രിയ കുറേ കാലത്തിന് ശേഷം സ്റ്റെഫി ആയിട്ട് തിരിച്ചു വരാണ്. ജോസിയുടെ ക്യാരക്ടറിന്റെ പേരെന്താണ്? ബോണി. ബോണി. അപ്പൊ ബോണിയും ടോണി എന്ന് പേരിട്ടായിരുന്നു, പക്ഷെ പുള്ളി വേറൊരു സിനിമയിൽ ടോണി ആയതുകൊണ്ട് ബോണി ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ബോണി. അപ്പൊ ബോണിയും സ്റ്റെഫി ആയിട്ട് ഇപ്പൊ നമ്മള് ഹലോ മമ്മിയിലൂടെ തിരിച്ചു വരാണ്. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഹലോ മമ്മിയിൽ ഒരുമിച്ച് ലാൻഡ് ചെയ്ത്? ഞങ്ങള് നേരത്തെ തന്നെ പ്ലാനിലുണ്ടായിരുന്നു. എന്താ പറയാ, സിനിമ ഡിസ്കഷൻ. നേരെ ഐശ്വര്യ കഥ കേൾക്കുന്നുണ്ട്, കഥ കേട്ടു, അപ്പൊ തന്നെ ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് പടത്തിലേക്ക് വരുന്നത്. വേറെ ഡിസ്കഷൻ ഒന്നും പോയില്ല, കഥ കേട്ടു. നമ്മള് ഇല്ല, ഐശ്വര്യ കമ്മിറ്റി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടൊന്നുമില്ല. ഐശ്വര്യ കമ്മിറ്റി ഞാൻ അറിഞ്ഞു. ചേട്ടൻ ഓൾറെഡി ഉണ്ടായിരുന്നു, പടത്തിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വരുമ്പോഴേ ഷർഫിക്കാണെന്ന് പറഞ്ഞു. ഞാൻ കഥ കേട്ടു. കഥ ഭയങ്കര ഹിലേറിയസ് ആയിരുന്നു. ഇരുന്ന് ചിരിച്ചിരിച്ച് ഞങ്ങള് ഒരു റെസ്റ്റോറന്റിൽ 1 മണിക്കൂറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പോയതാ. അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട്. അവരിടയ്ക്കിടയ്ക്ക് വന്നിട്ട് മാഡം ഇതിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞിട്ടില്ല കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് നരേഷനായിരുന്നു. ഒരുപാട് സന്തോഷിച്ച് ചിരിച്ചിരുന്ന് കേട്ട് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. ഞാനും അതെ. ഈ ക്യാരക്ടർ ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രണ്ടുപേർക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു എന്റർടൈനർ സിനിമ. എന്താ പറയാ, നല്ല രസമുള്ള ഫൺ. പിന്നെ ഞാൻ കോമഡി കുറെ കാലമായിട്ട് ഒരു ത്രൂ ഔട്ട് കോമഡി ചെയ്തിട്ട് കുറച്ചധികം കാലമായി. 10 വർഷത്തെ ജോസിന്ന് തുടങ്ങിയത്, വരത്തന്നെ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ അതിന്റെ ആ സമയത്ത് തന്നെ ചെയ്ത ഒരു ജോണി എസ് ഒക്കെ ആയിരിക്കും ഞാൻ ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ചെയ്തെന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും കാലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ പരിപാടി നന്നായിട്ട് ഒരു എടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല സിനിമ കിട്ടി എന്നുള്ള ഭയങ്കര സന്തോഷമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓൺ സ്പോട്ടിൽ തന്നെ യെസ് റെഡിയാണ്. ഞാനും ഒരു കോമഡി പടം ചെയ്യാവുന്ന ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് വളരെ നമ്മൾ കാത്തിരുന്ന് പോലത്തെ ഒരു സിനിമ വന്ന് അത് കമ്മിറ്റ് ചെയ്തു. ബോണിക്ക് എങ്ങനെയായിരുന്നു? സ്റ്റെഫിക്ക് എങ്ങനെയായിരുന്നു? എനിക്ക് എന്റെ റിയൽ സ്വഭാവം ഇതുവരെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇതിലും അധികം അങ്ങോട്ടേക്ക് മൊത്തത്തിൽ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു BTS കിട്ടിയില്ലോ അവിടെ, അത്രയും പറ്റിയിട്ടില്ല. എന്നാലും കുറച്ചും കൂടെ ഫണ്ണായിട്ടുള്ള കഥയുടെ ഒരു ഭാഗമാണ്. അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഐശ്വര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വർഷവും 6 മാസവും കഴിഞ്ഞു മലയാളത്തിലേക്ക് ഒരു സിനിമയായിട്ട് വരാനായിട്ട്. ഇപ്പൊ ഈ താരേന്ന് സ്റ്റെഫി ആവാനുള്ള ഒരു ട്രാൻസിഷൻ ആയിരുന്നു 1 വർഷത്തെ ഒരു ഗ്യാപ്പ്? ഇല്ല, ഞാൻ വേറെ പടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളത്തിലേക്ക് അതായത് നമുക്കൊരു സെറ്റ് ബാക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ, ഇനി എങ്ങനെയാണ് റീസ്ട്രാറ്റജൈസ് ചെയ്യേണ്ടതെന്നുള്ള. അതിലും പിന്നെ ഭയങ്കര സങ്കടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് കേൾക്കുന്ന നറേഷൻസ് വരെ കുറവായിരുന്നു. നോട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് ഓപ്പൺ, പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് ഉള്ള കഥകൾ കിട്ടുന്നുണ്ടായില്ല. കിട്ടുന്നതെന്ന് ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തു. എനിക്ക് ചെയ്യണം എന്ന് ഉറപ്പിച്ച് തോന്നിയ സാധനം മാത്രമേ ഇനി ചെയ്യുള്ളൂ എന്നൊരു വാശിയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തതാ. മിന്നും കത്തും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ യഥാർത്ഥ ക്യാരക്ടർ പുറത്ത് വന്നിട്ടുള്ള ഒരു സിനിമ ഐശ്വര്യ ഭയങ്കര റെയർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ ലെവൽ ക്രോസ് സിനിമയിൽ നമ്മുടെ ഷർഫ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് നമ്മുടെ ക്യാരക്ടറിന്റെ 10% ആണ് നമ്മൾ പുറത്ത് കാണിക്കുന്നുള്ളൂ, 90% ഇപ്പോഴും ഹിഡൻ ആണ്. ആ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഇത് എൻ്റെ ക്യാരക്ടറായിട്ട് മാച്ച് ആകുന്നുണ്ട്, നമുക്കിത് എടുത്താൽ കൊള്ളാം, എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഈ ക്യാരക്ടറിൽ ഉണ്ട് എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ രണ്ടുപേർക്കും? ഞാൻ കഥ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, പേഴ്സണാലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യാറില്ല. ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഫണ്ണ് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ ഇൻറ്റൻസ്. എന്താണെന്നറിയാം, ഞാൻ ബാക്ക് ടു ബാക്ക് 2-3 ഇൻറ്റൻസ് പടങ്ങൾ ചെയ്തു. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻസ് ഇമോഷൻസ് സാധനം വർക്ക്ഔട്ട് ആയി കഴിയുമ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഭയങ്കര ഗ്ലൂമി ആയി തുടങ്ങി. എന്നെ കാണുമ്പോഴൊക്കെ ചിരിയൊന്നുമില്ല. മറ്റേ ഫുൾ ടൈം 70 ബൾബിട്ട് ചിരിക്കുന്ന പോലത്തെ ആളുടെ ഫേസിൽ ചിരി കുറഞ്ഞു എന്ന് വെച്ചാൽ അത് എഫക്റ്റായി എന്നല്ല, ഗ്ലൂമിയായി. അല്ല, അത് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമ ഭയങ്കരമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനത്തെ സാഹചര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ നമ്മൾ ഹാങ് ഓവർ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഉണ്ട്. അതൊരു റിയൽ ആയിട്ട് അല്ലേ ഐശ്വര്യനും ഉണ്ട്. അപ്പൊ പിന്നെ ഉണ്ട് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. ക്യാരക്ടറിന്റെ ഇത് വിടാത്തതല്ല, ക്യാരക്ടർ മനസ്സിൽ നിന്ന് പോകാതെ ഉള്ളിൽ നിന്ന് പോയില്ലാന്നോ ക്യാരക്ടർ ഇറങ്ങി പോയില്ലാന്നോ അങ്ങനെയല്ല. ആ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടറിന്റെ ഒരു ഇന്റൻസ് കുറച്ച് ഒരു വേറെ അവസ്ഥ അതാണ് പ്രിഡോമിനന്റ് ആയിട്ട് ലൈഫിൽ നിന്നത് കുറച്ച് കാലം എത്ര ഫേക്ക് ആണെങ്കിലും. അപ്പൊ ചിലപ്പോ അതിന്റെ ഒരു നിഴൽ ബാക്കി നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഹലോ മമ്മിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മലയാള സിനിമയിൽ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ സിനിമ ആക്ച്വലി ഭയങ്കര കോമഡി പടമാണ്. അവിടെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഞാൻ കൊള്ളാം. കമോൺ ചെറിയ രമേശ് വിചാരടിയൊക്കെ ഇറങ്ങി വരട്ടെ. വരും, വരട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോദിക്കട്ടെ നീ ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിലെ കുറച്ച് കാലമായിട്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു റാപ്പറിന്റെ ഒരു പാട്ടുണ്ടാവും. ഹലോ മമ്മിലും അതേപോലെ നമ്മുടെ ഉണ്ടല്ലോ. ഡാപ്സി ഉണ്ട്, സിയ ഉണ്ട്, ജെയ്ക്സ് ഉണ്ട്. അവർ മൂന്നുപേരും കൂടി പാടിക്കുന്ന പാട്ടാണ്. ഭയങ്കര അടിപൊളി പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്കിതിലൊരു അബദ്ധവും പറ്റിയിട്ടുണ്ട്. എന്റെ മോനെ വൺ ഡാൻസ് ആണ്. അദ്രി ഉണ്ട്, പിന്നെ ജോമോനൊക്കെ ഉണ്ട്. വൺ ഡാൻസ് ആണോ നാട്ടുകാർ കണ്ടിട്ട്. അദ്രി അടിപൊളി ഡാൻസ്. അതിന് നമ്മൾ തല്ലുമാലയിൽ കണ്ടിട്ടുണ്ട്. അദ്രിയുടെ ഡാൻസ് നമ്മൾ തല്ലുമാലയിൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ ഷർഫു എക്സ്ക്ലൂസീവ് ആയിട്ട് ഡാൻസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കോമഡിയാണെന്ന് പറയുന്നുണ്ടല്ല. ഡാൻസ് ആയിട്ട് കാര്യം ഓർത്തിട്ട് ഐശ്വര്യ നേരത്തെ പറയണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ വലിയ കാര്യമായിട്ട് അറിയില്ലെന്ന്. ഐശ്വര്യ ആക്ച്വലി ഡാൻസ് ചെയ്യേണ്ട കേട്ടോ. ആകെ 3-4 സ്റ്റെപ്പ് ഉള്ളായിരുന്നെങ്കിൽ അത്രയും നേരം ഞാൻ ഡാൻസ് ചെയ്ത പോലെ ഒന്നല്ല. ഐശ്വര്യ വന്നിട്ട് പരിപാടി ഗംഭീരമായിട്ട് പിടിച്ചു. ഐശ്വര്യ ഡാൻസ് വിനയത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, അടിപൊളി ഡാൻസ് കുമാരിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഡാൻസ് കളിച്ചാണ്. ഇപ്പൊ ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് പഠിപ്പിക്കുകയാണ്, കൊറിയോഗ്രാഫർ ഒന്ന് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ജസ്റ്റ് ഇമാജിനേഷൻ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമയുടെ പാട്ട് ഫുള്ളായിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി വരുവാണ്. എന്നാൽ പിന്നെ അതിനൊരു സാധാരണ രീതിയിൽ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പ് അതിൻ്റെ ഒരു 2 സ്റ്റെപ്പ് കിട്ടുക. ഇത് തലേ ദിവസമാണ് പാട്ട് വരുന്നത്, മാസ്റ്റർ വരുന്നത്, എല്ലാം അപ്പോഴാണ് നിൽക്കുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഡാൻസ് ചെയ്ത് പോലും പരിചയമില്ല. എനിക്കങ്ങനെ ഒരു കാലത്തും ഞാൻ ഡാൻസ് ചെയ്തിട്ടുള്ളൂ, സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുള്ളൂ ഇതുവരെയായിട്ട്. പിന്നെ ഇതിൽ വന്ന അവിടെ ചില സിനിമകളിലൊക്കെ ഞാൻ കുറച്ച് ആളൊക്കെ ഈ മറ്റുള്ളവർ ഡാൻസ് ചെയ്യുമ്പോൾ സൈഡിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ ചിലപ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സിമ്പിൾ സ്റ്റെപ്പൊക്കെ പിടിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തതെന്നല്ലാതെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഡയറക്ടറോട് മാത്രമല്ല, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ ഭയങ്കര മര്യാദയില്ലാത്തമാരാണ്. അപ്പൊ ആ ഒരു ഫ്രീഡം ഉണ്ട് അവിടെ. അവരും ഡാൻസ് ചെയ്യുന്നു. അവർക്ക് കൊടുത്തേക്കുന്ന ലിറിക്സ് ആണ് ഏറ്റവും അടിപൊളി കേട്ടോ. പോണാൽ പോകട്ടും പോടാ ലിറിക്സിൽ അവർ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചു. അപ്പോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചത്, അപ്പൊ പോണാൽ പോകട്ടും എന്ന് പറഞ്ഞാൽ കാശ്മീരിയാണോ? അല്ല, പാട്ട് ഹിറ്റാവട്ടെ എന്നുള്ളതാണ്. എന്തായാലും പാട്ട് ഹിറ്റായി വരുന്ന സമയത്ത് നമ്മള് ഷറഫുവിന്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് കണ്ടു തുടങ്ങിയത് അമൽ നീരത് സിനിമയെന്നാണ്. വരുത്തണീന്ന് നിങ്ങൾ രണ്ടുപേരും ഞെട്ടിച്ചത് അവിടെയാണ്. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു അമൽ നീരത് സ്കൂൾ ഓഫ് മോൾഡിങ് രണ്ടുപേരുടെ? നല്ലതായിരുന്നു, ഭയങ്കര നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സിനിമയിലേക്ക് അത്ര എൻ്റെ കരിയറിൻ്റെ അത്ര നേരത്തെ എനിക്കൊരു കോൾ വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൾ വന്നു, അങ്ങനെ ഒരു സിനിമ വന്നു. ആ സിനിമയിലെ ക്യാരക്ടർ ഭയങ്കര വർക്കായി, അതിന് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. പിന്നെ എനിക്ക് പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് മാത്രമായിട്ടുള്ള പ്ലാനിങ് വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വലിഞ്ഞു. പിന്നെ ഞാൻ ആകെ ചെയ്ത വില്ലൻ 5-ാം പാതിര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെ വില്ലൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ, പക്ഷെ എന്നാലും കുറച്ച് ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സ് അതിനുശേഷം കുറച്ച് കൂടുതലായിട്ട് ഒക്കെ വരാനൊക്കെ തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അമലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ബൊഗൈൻ വില്ല ചെയ്തു. എൻ്റെ 3rd ഫിലിമാണ് ഞാൻ അമലേട്ടൻ്റെ കൂടെ ചെയ്തത്. അപ്പോൾ എൻ്റെ സിനിമയെ പറ്റിയിട്ടുള്ള നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് ഓരോ വർക്ക് ചെയ്ത് പഠിക്കുമല്ലോ, അത് അമലേട്ടൻ്റെ നിന്ന് ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ഫിലിം ചെയ്തതെന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഓർമ്മയുള്ള ചേട്ടനെന്നുണ്ടായിരുന്നു ഇല്ലാന്ന് തോന്നുന്നു. എബി എൻ്റെ 1-2 ഡ്രസ്സ് കാണാനില്ല എന്ന് പറയുന്നത്, അത് ഞങ്ങൾ ആദ്യത്തെ ദിവസം 17 ടേക്കും 2ാമത്തെ ദിവസം 14 ടേക്കും അങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ദിവസം എടുത്തത് ശരിയാവാഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് അത്രയും ടേക്ക് എടുത്തിട്ട് ശരിയാവുന്നില്ല. എനിക്കിട്ട് എന്താണ് ഇത് ശരിയാക്കാണ്ടെന്ന് അറിയത്തുമില്ല.
ഇതെനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും ഒന്നാമത് അതിനെ കുറച്ച് ബുദ്ധിയും കൂടി വേണം, അത് നന്നായിട്ട് ഇത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അറിയാം. തേർഡ് ഫിലിം ആയത് കാരണം പാനിക്കാണ് കൂടുതൽ, ടെൻഷനാവും, ഭയങ്കര പാനിക്കാണ്. അതിപ്പോ എന്തവസ്ഥയിലാണെങ്കിലും ഒരു 4 ടേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഒരു വേറെ അവസ്ഥയാണ്. ചേട്ടാ 17, ചേട്ടാ 14 ഞാൻ ഇതില് ബോഗൻവില്ലയില് ഞാൻ 24 അടിച്ചിട്ടുണ്ട്. ഒരു സീനിൽ അടിച്ചിട്ടുണ്ട്. അതിന്റെ നെക്സ്റ്റ് ഡേ നമ്മള് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു 1 മിനിറ്റ് എല്ലാവർക്കും പ്രെയർ ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് വിളിച്ചു. അപ്പൊ എനിക്കറിയില്ല ഇത് എന്തിനുള്ള പ്രേയറാന്നല്ല. അപ്പൊ എന്റെ വിചാരം 3ാമത്തെ സിനിമയിലേ ആയിട്ടുള്ളൂ, ഞാൻ മോശമായിട്ട് അഭിനയിക്കുന്നതാണ്, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പോകുന്ന വഴി ഇങ്ങനെ പ്രേയർ ഫോർ മീ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നത്. അപ്പൊ നസ്രിയ പറഞ്ഞില്ല, ഇല്ല അത് ആരോ ഒരാൾ മരിച്ചു, അപ്പൊ നമ്മൾ 1 മിനിറ്റ് സൈലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോഴെനിക്ക് ശ്വാസം വീഴുന്നത്. ഇത്രയ്ക്ക് എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ, അത്ര പോലും എനിക്ക് അറിയില്ല. എന്താ സിനിമ സെറ്റ് എന്താണെന്ന് അറിയില്ല, എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ അഭിനയിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം എന്നെ മോൾഡ് ചെയ്തതിൻ്റെ ഒരുപാട് ഭാഗം ആ സിനിമയിലുണ്ട്. ഞാനൊരു വലിയ ആക്ടറാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു എങ്ങനെ ആയിരിക്കണം ഒരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്താണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് അത് അഭിനയിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നൊരു സിനിമയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾനെസ് ഉണ്ടാവില്ലായിരുന്നു. ഷർഫിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് 2015 പ്രേമത്തിലൂടെയും ഹ്യൂമർ കണ്ട് നമ്മൾ വന്നതാണ്. ആ മഞ്ഞ ഷർട്ടും ആ ഡയലോഗുകളും ഒക്കെ നമുക്ക് കാണാപ്പാടമാണ്. ഇപ്പൊ റീ റിലീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് ആ ഡയലോഗ് സ്ക്രീനിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് പറയും. അതേപോലെ അത്രയ്ക്കും ഹ്യൂമറിൽ തുടങ്ങി, പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്ത്, പിന്നെ ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് വന്ന് വില്ലനായി, പിന്നെ നല്ല ക്യാരക്ടർ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞ ആക്ടർ. അപ്പൊ ആ ഒരു 10 വർഷത്തെ ആ ഒരു ജേണിയിലെ സ്വീറ്റ്നെസ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? സിനിമയിൽ ഇവിടം വരെ എത്തും എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന പൊസിഷൻ എപ്പോഴും ഇല്ല, ഇന്നലകളേക്കാൾ നല്ലതാണ് നാളുകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ലൈഫിലും നല്ലതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേമത്തിലെ ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വരും എന്നുള്ളൊരു സാഹചര്യം, ആ ക്യാരക്ടർ ഇത്ര പോപ്പുലർ ആവുന്നുള്ളൊരു സാധനം എനിക്ക് തോന്നിയിട്ട് അതെ ഭയങ്കര ഇപ്പോഴും അത് പറയുന്നത്. അപ്പോൾ അതുപോലെ വരത്തും ചെയ്യുമ്പോഴാണെങ്കിലും 5-ാം പാതിര ചെയ്യുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ ഒരു ലെവലിലേക്ക് അത് വരും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ അത് വന്നിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടി ഇതിനോട് ഭയങ്കര ആഗ്രഹം തോന്നിയിരിക്കുന്ന കുറേ പേരും എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു അമൽ നീരത് പടത്തിൽ എൻ്റെ കരിയറിൻ്റെ ഏറ്റവും വളരെ നേരത്തെ തന്നെ എനിക്കൊരു കോള് കിട്ടിയത് ഇവിടെ ഒരുപാട് പേരുടെ ആഗ്രഹമാണെന്നുള്ള എനിക്കറിയാം. ഒരു അമൽ നീരത് പടം എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഷർഫ് കോമഡി റോൾസ് ചെയ്യുന്നു, അതിനുശേഷം കുറച്ച് ഡാർക്ക് സൈഡിലേക്ക് വരുന്നു, സീരിയസ് റോൾസ് ചെയ്യുന്നു, ക്യാരക്ടർ റോൾസ് ചെയ്യുന്നു. സോ കോമഡി റോൾ ചെയ്യാനാണോ കുറച്ചും കൂടെ കംഫർട്ടബിൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കർ ആവാനാണോ ഇഷ്ടം? ആൻഡ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നമ്മളെന്ന് പറയുന്ന ആളില്ലേ, നമ്മളുടെ സുഖം, നമ്മുടെ സന്തോഷം. നമുക്കിപ്പോൾ നല്ല മധുരത്തിൽ ഐസ്ക്രീം കഴിക്കാം, പക്ഷെ ചില സാഹചര്യവശാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് അങ്ങനെ നോക്കുവാണെങ്കിൽ കോമഡി റോൾസിനോട് ആ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം കോമഡി ചെയ്യുമ്പോൾ കോമഡി ചിന്തിച്ചാൽ മതി, കോമഡി ശ്രദ്ധിച്ചാൽ മതി, കോമഡിയിൽ പ്രോസസ്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫണ്ണാണ്, സന്തോഷമാണ്, പൊളിയായിട്ടിരിക്കും. പക്ഷെ അതെപ്പോഴും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. ഇൻറ്റൻസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രോമ ഉണ്ട്. ഇപ്പോൾ ബൊഗേനൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വരത്തം ചെയ്യുമ്പോഴുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ 5-ാം പാതിര ചെയ്യുമ്പോഴുണ്ട്, അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്കതിൻ്റെ ഒരു ആ സറൗണ്ടിങ് നമ്മളൊരു ഇച്ചിരി പ്രശ്നത്തിലാകും. അത് എനിക്കറിഞ്ഞൂടെ എല്ലാവർക്കും ഉണ്ടോ, എനിക്കൊരു ഇച്ചിരി പ്രശ്നമുണ്ട്. റോഷാക്കൊക്കെ ചെയ്തപ്പോഴൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. ഈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞ സിനിമ റിലീസായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് കോമഡിയാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അത് ഇപ്പം ഞാൻ ഇരുന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോമഡി സിനിമകൾ ഭയങ്കര വർക്കായിട്ടാണ് ഞാനിവിടെ സിനിമയിൽ നിൽക്കുന്നത് തന്നെ. അതിനാണ് ഏറ്റവും കൂടുതൽ ഇത് വന്നത്. പിന്നീട് വരത്തം വന്നപ്പോൾ വരത്തം എല്ലാവർക്കും ഇഷ്ടമായി. പിന്നീട് 5-ാം പാതിര ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതും ആ സിനിമയുടെ ഗുണം കൊണ്ടാണ്. പിന്നെയും ഓരോന്ന് ഇപ്പോൾ ആർക്കറിയാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഹലാൽ ലവ് സ്റ്റോറി ഭയങ്കര ലൈറ്റ് ഹാർട്ട് മനുഷ്യൻ്റെ കഥയാണ്. പ്രിയ നോട്ടത്തിൽ അങ്ങനെ പലതും ചെയ്യുന്നു, പലതും നല്ല സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. ഇപ്പോൾ തമിഴ്, തെലുങ്ക്, ഒരു സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആണ് ഇപ്പോൾ. അപ്പോൾ ഇത് തമിഴ് സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലൊക്കെ കമ്മിറ്റ്മെന്റ്സ് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും മലയാള സിനിമകൾ വേണ്ടാന്ന് വെച്ചിട്ട് ഈ സിനിമകൾ ചെയ്തിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. I wish that was the case. ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. അത് it's a sad thing. ഐശ്വര്യലക്ഷ്മിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അർച്ചന 31 നോട്ടോ. I love you. I love you too. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. Thank you.
ഭയങ്കര വാലിഡേഷൻ ആണ് കേട്ടോ ഇപ്പൊ പറഞ്ഞ കാര്യം. ഇപ്പൊ മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ 1-2 വന്നു, അതിനുശേഷം ഇപ്പൊ തഗ് ലൈഫ് വരാൻ പോവാണ്. സോ ഒരു പൊന്നിയിൻ സെൽവൻ ആക്ട്രസ് എന്നുള്ളൊരു അഡ്രസ്സാണ് ഇപ്പൊ അതെ ഐശ്വര്യക്കുള്ളത്. മണി സാറിന്റെ ആക്ട്രസ് ആണ് എന്നുള്ളൊരു അഡ്രസ് ഉണ്ട്. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? നല്ല സിനിമകളുടെ ഭാഗമാകുക, കുറച്ചും കൂടി അതായത് ഇപ്പം മണി സാറിന്റെ ഫിലിമിൽ ചെറിയ റോൾസ് ആണ്, ഇപ്പൊ തഗ് ലൈഫിലും കുഞ്ഞു റോളാണ്. ഫുൾ ലെങ്ത് കുറച്ചും കൂടി ബിഗർ റോൾസ് ചെയ്യുക, കുറച്ചും കൂടി ഇപ്പോൾ ഗാട്ട ഗുസ്തി എന്ന് പറയുന്നത് ഞാൻ പൊള്ളാച്ചിയിൽ ഷൂട്ടിന് പോകുമ്പോൾ, അമ്പസമുദ്രം ഷൂട്ടിന് പോകുമ്പോൾ ആൾക്കാർ ഓർത്ത് വന്നിട്ട്, അതായത് എൻ്റെ പേരറിയില്ല, സിനിമ അറിയാം, അല്ല ഗട്ട ഗുസ്തി സിനിമ അറിയാം, പൂങ്കുഴലി തിരിച്ചറിയാൻ എൻ്റെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗട്ട ഗുസ്തി എന്ന് ഒരുപാട് പേര് അത് എല്ലാ ഇപ്പോൾ വില്ലേജേഴ്സിൻ്റെ വരെ അറിയുന്ന സിനിമയാണ്. അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അത് പറയാറുണ്ട്. ഞാനിപ്പോൾ ബോംബെ പോയപ്പോൾ ഒരു തമിഴ് ചേട്ടൻ ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. പുള്ളി എന്നെ കണ്ടപ്പോൾ തന്നെ ആ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആണ്. ഞാനിങ്ങനെ ബോംബെയിൽ പറഞ്ഞാൽ ഫേമസ് സാധനമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇല്ല, ഞാൻ ആ സിനിമ കണ്ടിരുന്നു, ഫാമിലി നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് എന്നിങ്ങനെ പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർച്ചന. അപ്പോൾ താങ്കൾ അർച്ചന ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഹായ് താങ്ക് യു. ഞാൻ ആ സിനിമ ചൂസ് ചെയ്തതിന് ചിലപ്പോൾ തിയേറ്ററിൽ അത് ഒരുപാട് ഓടിയിട്ടുണ്ടായിരുന്നില്ല, പീക്ക് കോവിഡ് ടൈമായിരുന്നു, 50% ഓക്യുപ്പൻസി ഉണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടായിട്ടുള്ള സാധനം. അയ്യോ അതിൻ്റെ കപ്പാസിറ്റി ഇല്ല. ഞാൻ പറയുന്നത് 100 കോടി നേടണം എന്നല്ല, എന്നാലും ഒരുപാട് പേരിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, ഐശ്വര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് ഐശ്വര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരത്തൻ. ഞാൻ ഈ മണിരത്നത്തിന്റെ അങ്ങനെ മറ്റുള്ളവർ കണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ട് ഒരു ഹലോ മമ്മി ആക്ച്വലി അടിപൊളി പടമായിരിക്കും കേട്ടോ. അതിന്റെ ആ സിനിമ ഞാൻ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഹലോ മമ്മി. ഞാൻ കംപ്ലീറ്റ്ലി കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് അടിപൊളിയായിട്ട് ഇരിക്കുന്ന സിനിമയാണ് ഹലോ മമ്മില്. പക്ഷെ എനിക്ക് നമ്മുടെ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബെഡ്റൂമില് അടി ഉണ്ടാക്കുന്ന ഒരു സീൻ. എനിക്കിഷ്ടമുള്ള ഒരുപാട് സീനുകളുണ്ട് ആ പടത്തിൽ. ആ ഒരു സാധനം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സാധനമുണ്ട്. അത് കോൺവെർസേഷൻ, അതായത് നിങ്ങൾക്ക് കാണുമ്പോ കോമഡിയാ, നമുക്ക് അഭിനയിക്കുമ്പോ ഇതായിട്ടല്ല. പക്ഷെ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷം കിട്ടിയൊരു എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ. ആൻഡ് ഞാൻ മണിരത്നത്തിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം പൊന്നിയിൻ സെൽവൻ 1-2 തഗ് ലൈഫ്, ഒരു മലയാളി ആക്ട്രസ് കണ്ടിന്യൂസ്ലി മണിരത്നത്തിന്റെ ഒരു സിനിമയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഹൗ ലക്കി യു ആർ. ഇനി എന്താണ് ലൈക്ക് ബോളിവുഡ്, ഹോളിവുഡ് ഒന്നും ഹോളിവുഡ് ഒക്കെ കളിയാക്കല്ലേ മച്ചാനെ? ഇന്റർവ്യൂ ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. വേണമെങ്കിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചോ. ഇനി ചിലപ്പോ നാളെ ഷർഫിനെ നമുക്ക് ഹോളിവുഡിൽ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഏകദേശം ഇല്ല, എനിക്ക് ഒരിക്കലും ഞാൻ നോ പറയില്ല. ഐ നെവർ സേ നോ ടു ദ ഐഡിയ ഓഫ് ഇറ്റ് ആൻഡ് ടു കിട്ടിയത് നല്ലതല്ലേ, എന്തുകൊണ്ട് ചെയ്യണം. ഹോളിവുഡ് ആക്ച്വലി ഇഷ്ടംപോലെ അടിപൊളി സിനിമകൾ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ പെട്ടെന്ന് ഹോളിവുഡ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി കേട്ടി തള്ളും പോലെ എനിക്ക് പൊതുവെ തോന്നാറ്. ബോളിവുഡ് വർക്കാണ്. ഹോളിവുഡ് എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഐശ്വര്യയുടെ ഒരു വീഡിയോയുടെ താഴെ ഐശ്വര്യലക്ഷ്മിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സ്കൈ ലൈൻ അങ്ങനത്തെ ഏതോ നമ്പർ തന്നെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു. പക്ഷേ അവിടെ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യലക്ഷ്മിനെയാണ് ഞാൻ കണ്ടത്. ഭയങ്കര ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര ഭയങ്കര കഴിക്കാൻ. ഞാൻ ഈ ഹോളിവുഡ് ബോളിവുഡ് എന്നൊക്കെ പറയാൻ കാരണം, ഐശ്വര്യയുടെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ് ആണ്, ഷീ ഈസ് റിസംബ്ലിംഗ് പ്രിയങ്ക ചോപ്ര വൈൽ ഷീ ടോക്സ്. പറ പോരട്ടെ, എന്തുകൊണ്ട് എനിക്കുള്ളതാണോ അറിയാം. അല്ല അളീന് ഇത് കഴിഞ്ഞിട്ടുള്ളൂ. എന്റെ ഇക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നില്ല, മറ്റേ സൂപ്പർ ആയിരുന്നു. അത് ഷർഫുനുണ്ട്. ഷർഫുവിന്റെ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റ് ആണ്, അതായത് ഷർഫുദ്ദീനെ ഏറ്റവും സ്റ്റൈലിഷായും സുന്ദരനായും കണ്ടത് എന്റെ ഇക്കാക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നതാണ്. വല്ലാത്തൊരു ഭംഗിയാണ് പുള്ളിക്കതില്. ആളുടെ റൊമാൻസ് ഒക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. വെരി ഗുഡ് ആക്ടർ. റൊമാൻസും ആങ്കറും ഒക്കെ വർക്കാവും. എല്ലാം അടിപൊളിയാണ്. ആങ്കർ വർക്കാവും. ഞാൻ വിചാരിച്ച എന്റെ കയ്യിൽ ഇപ്പൊ പാറ്റ് വേണം. ആങ്കർ ഹോസ്റ്റ് ഇത് ഗസ്റ്റ് ആണോ പുള്ളി? മറ്റേ അപ്രന്റീസ് ആണോ?
നമ്മുടെ ഇന്റർവ്യൂക്ക് വരട്ടെ, ഒരു ക്വസ്റ്റ്യൻ കൂടി വരട്ടെ. എനിക്ക് ആ ക്വസ്റ്റ്യൻ അത്ര മൂടായി. ഒരു ക്വസ്റ്റ്യൻ കൂടി. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വൈകിട്ട് കമന്റ് ആണ്. മിസ്റ്റർ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇൻസ്റ്റഗ്രാമില് ഷറഫുവിന്റെ ഞാൻ തന്നെയല്ലേടോ അത്? എനിക്ക് ആഗ്രഹം അക്കൗണ്ടുള്ളൂ, ഫേക്ക് പോലും ഇല്ല. ആലുവയിൽ നിന്നുള്ള കട്ടപ്പനയ്ക്കുള്ള KSRTC ഫാസ്റ്റ് പാസഞ്ചറിൽ വെച്ചിട്ടാണ് ഞാൻ പ്രിയ നോട്ടത്തിലാണെന്നുള്ള മൂവി കാണുന്നത്. അതിരാവിലെ നല്ല തണുത്ത ക്ലൈമറ്റിൽ ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു ആ മൂവി കാണാൻ. അതിന്റെ ഒരു 100ന്റെ സിമ്പിൾ. ഒട്ടുമിക്ക സിനിമകളിലും തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ് ഞാൻ. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൽ ചെറിയൊരു സങ്കടം തോന്നി. അത് പക്ഷേ ഇടുക്കിയുടെ തണുപ്പിൽ മധുരിച്ച് കാണാനായിരുന്നിട്ടുണ്ടാവും ആ യോഗം. വിളിച്ച് അഭിനന്ദിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ മൂഡ് പിടിച്ചില്ലല്ലോ. അല്ലെ, ഞാൻ വേറെ മൂഡിലേക്ക് പോയി കിടക്കും. ഞാൻ പറയട്ടെ, പ്രിയനോട്ടത്തിന്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയനോട്ടത്തിൽ ശരിക്കും ഈ പറഞ്ഞ കോവിഡ് സിറ്റുവേഷൻ്റെ ഒക്കെ പുറകെ വന്ന സിനിമയാണ്. അപ്പോൾ ഒരു ഭയങ്കര രീതിയിൽ അതിന് പിന്നീട് TV വന്നപ്പോൾ ഭയങ്കര അപ്രിസിയേഷൻ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ചാനലിലും മനോരമയിലൊക്കെയാണ് വന്നത്, മാക്സിലാണ്. അപ്പോൾ ആ സിനിമ കുറച്ചും കൂടി ആൾക്കാർ തിയേറ്ററിൽ കണ്ടായിരുന്നെങ്കിൽ എൻ്റെ കരിയറിൽ അപ്പോഴേ ഒരു മാറ്റം കിട്ടിയേനെ എന്നെനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഹലോ മമ്മി ഇറങ്ങുമ്പോഴും ഞാൻ എല്ലാവരുടെ അടുത്തും പറയാനുള്ള ഒറ്റ കാര്യം എനിക്കുള്ളൂ, നിങ്ങളിത് TV കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്, തിയേറ്ററിൽ പോയി കാണണം. കാരണം പ്രിയനോട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഭയങ്കര കാര്യമായിട്ട് ഞാൻ കേട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ സിനിമയാണ്. അതിനൊരു മോശം ആരും പറഞ്ഞിട്ടില്ല. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്ത സിനിമയ്ക്ക് അത്രയും നല്ല കമൻറ്റുകൾ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ഷർഫുദ്ദീനെ നമ്മൾ നോട്ട് ചെയ്യുന്നത് പ്രേമത്തിലാണല്ലോ, അവിടുന്ന് ഗിരിരാജൻ കോഴി മേരിനെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരു പാരലൽ യൂണിവേഴ്സിൽ കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം, 10 വർഷങ്ങൾക്ക് ശേഷം ദ പെറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ട് വരികയാണ് അനുപമയുടെ കൂടെ. കാരണം ഈ നമ്മുടെ ഹലോ മമ്മി പോസ്റ്റർ റിലീസായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ് പോസ്റ്റർ റിലീസ് ആവുന്നത്. സോ ഈ പാരലൽ യൂണിവേഴ്സിൽ എന്താണ് നടക്കാൻ പോകുന്നത്? മേരിയും ഗിരിരാജൻ കോഴിയും ഞങ്ങൾ രസമായിരിക്കും. പെറ്റ് ഡിറ്റക്റ്റീവിൽ എന്താ പറയുക, നമുക്ക് ആ സിനിമയിൽ ശരിക്കും അനുപമ അല്ലെങ്കിൽ അങ്ങനെ വളരെ ഇതായിട്ടുള്ളൊരു കാസ്റ്റിംഗ് പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ അനുപമയായിരുന്നു ഏറ്റവും ഇതായിട്ട് നിന്ന്. ആദ്യം അനുപമ തന്നെയായിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ പിന്നീട് ആ പ്ലാൻ കുറച്ച് മാറിക്കഴിഞ്ഞപ്പോൾ ആ കാസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുപമ തെലുങ്കിൽ ഭയങ്കര ബിസിയാണെന്നൊക്കെ. പിന്നെ ഒരു ദിവസം നമ്മൾ സിനിമ തുടങ്ങാറൊക്കെ ആയപ്പോൾ ഒന്നുകൂടി അനുപമനെ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനുപമ ഭയങ്കര പെട്ടെന്ന് അത് കേൾക്കാനും റെഡിയായി. അനുപമ അന്ന് ആദ്യം കേട്ടത് അനുപമ തന്നെയാണ്. വേറൊരു ഓപ്ഷൻ ഒന്നും പറ്റില്ല. ഇല്ല, അതെ, ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ആ കാര്യത്തിൽ. നമുക്ക് സിനിമയൊക്കെ കാണുന്ന സമയത്ത് രണ്ടുപേരും സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ഒരുപാട് ആസ്പയർ ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. ചില സമയത്ത് ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഇന്ന ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാന്ന് തോന്നുന്ന ടൈപ്പ് ഉണ്ടാവും. ചിലപ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിരിക്കും, സൂപ്പർ ഹീറോ ആയിരിക്കും, ബയോപിക് ആയിരിക്കും, അങ്ങനെ ഒരുപാട് ജോണേഴ്സ് ഉണ്ട് നമുക്ക്. ഫിക്ഷണൽ ആയിരിക്കും. അതിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? എനിക്കൊരു സ്ലൈസ് ഓഫ് ലൈഫ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ജിന്ദഗി നാ മിലേഗി ദോബാര, നമ്മുടെ സിനിമേനോടുള്ള ഇഷ്ടം, അതുപോലത്തെ രണ്ട് സോയ ഇസ് മൈ ബക്കറ്റ് ലിസ്റ്റ് എപ്പോഴെങ്കിലും. എനിക്ക് ആരെങ്കിലും ലൈഫ് സ്റ്റോറി ചെയ്താൽ കൊള്ളാറുണ്ട്. ഭയങ്കര ബയോപിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് ഭയങ്കര ഒരു സക്സസ് ആയ മനുഷ്യൻ്റെ വേണ്ട, ലൈക്ക് ഭയങ്കര ഹാർഡ് വർക്ക്. എനിക്ക് എക്സാമ്പിൾ പറയാൻ എനിക്ക്, കാരണം എൻ്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങളാണ്, എന്തെങ്കിലും അത് സിനിമയായാലും. സോ ദാറ്റ് ചില ആൾക്കാരുണ്ട്, അവർ ചില സ്ഥലം വരെ പോകുമെന്ന് നമ്മൾ പോലും കണക്കൂട്ടിയ ചിലവർ അത്ര പോയിട്ടില്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ചില ഇതുണ്ട്. പക്ഷെ അവർ പോകണ്ടായിരുന്നു, അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ട്രാവൽ. ഇപ്പോൾ ഞാൻ ഈ തോൽവി FC എന്ന് പറയുന്ന പടമൊക്കെ ചെയ്യുന്നതിൻ്റെ എൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ തള്ളാണല്ലോ. കുറച്ച് നമ്മൾ ഈ ഓവറായിട്ട് ഒരാളെ വെറുതെ ആവശ്യമില്ല മോട്ടിവേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആ ഡാർക്ക് പിടിക്കാതെ റിയാലിറ്റിയിൽ നമുക്ക് തോൽവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അത് എന്താ വെച്ചാൽ തോൽവികളും കൂടിയൊക്കെ ഫേസ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഫേസ് ചെയ്ത മനുഷ്യരെയും അവർ പിന്നീട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും ജോണർ ഓഫ് സിനിമയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഡെഫിനറ്റ്ലി എനിക്ക് സോഷ്യൽ നെറ്റ്വർക്ക് പോലത്തെ സിനിമയോ അല്ലെങ്കിൽ നമ്മുടെ
ഫൗണ്ടർ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ പോലത്തെ സിനിമ ചെയ്യുന്നത് ഭയങ്കര അതൊക്കെ സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതെ, വരികയാണെങ്കിൽ. ഓ ഗ്രേറ്റ്. സോ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് തിയേറ്ററിലേക്ക് ചിരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരണം എന്ന് ഷറഫ് പറയുന്നത്. സോ നമുക്ക് ഹലോ മമ്മി കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഹലോ മമ്മി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ആ സിനിമയുടെ കഥ കേട്ട് അതിൻ്റെ ഐഡിയ കേട്ട് അപ്പം തന്നെ കൈ കൊടുത്ത സിനിമയാണ്. ആ സിനിമ പുതിയ സംവിധായകനാണ്, വൈശാഖാണ് അതിൻ്റെ സംവിധായകൻ. അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സാൻജോ ആണ്. സാൻജോ ഫാലിമീഡിയ റൈറ്റർ കൂടിയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോമിൻ, ഐബിൻ, രാഹുൽ, സജിൻ, ദിപൻ പട്ടേൽ, നിസാർ ബാബു, ഇത്രയും പേര് കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. ഇവരെല്ലാം സുഹൃത്തുക്കളാണ്, ഇവരെല്ലാവരും കൂടി ചെയ്തേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ എന്ത് പ്രശ്നമാണെങ്കിൽ ഞാനൊരു മനുഷ്യനുണ്ട്. ഹലോ മമ്മിയിൽ എങ്ങനെയാണെന്ന് അറിയോ, ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 6 പേരിങ്ങനെ വന്ന് നിൽക്കും. എന്താണ് പ്രശ്നം കാട്ടക്ക്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അവർ തന്നെയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് പ്രൊഡ്യൂസേഴ്സുമായിരുന്നു. പിന്നെ ടീമും ഭയങ്കര അടിപൊളിയായിരുന്നു. ജോണി ചേട്ടൻ കൂടെ, പിന്നെ ജോണി ചേട്ടൻ, ജഗതി ചേട്ടൻ, നദ്രി, ജോമോൻ, ബിന്ദു ചേച്ചി, അജു, പിന്നെ ഐശ്വര്യലക്ഷ്മി, പറഞ്ഞു ഷർഫുദ്ദീൻ, കമോൺ. അങ്ങനെ ഞങ്ങളൊരു വലിയ താരനിര തന്നെയുണ്ട്. നമ്മൾ തന്നെയാണ് ഇതിലേക്ക് തള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദുജ സണ്ണി എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഹിന്ദു സണ്ണിയുടെ സണ്ണി ഹിന്ദുജ എന്ന പേര്. പക്ഷെ പുള്ളിയുടെ റെയിൽവേ മെൻ എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനതാണ് കണ്ടിരിക്കുന്നത്. പുള്ളിയുടെ മറ്റേ ഭോപ്പാൽ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പടമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജോണർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഫാൻറ്റസി ഹൊറർ കോമഡി എന്ന് പറയുന്ന ജോണറിലാണ് പടം നിൽക്കുന്നത്. യെസ് ബ്രോ, അത് വേറെ പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട, ഞങ്ങൾ പറയാത്തൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പറയണ്ടല്ലേ? അത് പറയാത്ത ക്ലൂ തന്നെ. അങ്ങനെയാണല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.